അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരമായി അള്ളാഹുവിനോട് ചോദിച്ചിരുന്ന 4 കാര്യങ്ങളുണ്ട് കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. ഹിദായത്തിനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യമായി സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരുന്ന ഒന്നാമത്തെ കാര്യം. ഹിദായത്ത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്. അത് ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പ്രവാചകൻ സ്ഥിരമായി അള്ളാഹുവിനോട് ചോദിച്ചത്. പൂർവ്വ പ്രവാചകന്മാരുടെ എല്ലാം പ്രാർത്ഥനയിൽ കാണാം, തൗഫനി മുസ്ലിമൻ വാൽഹഖനി ബിസ്വാലിഹിൻ. പ്രവാചകന്മാരായിട്ട് പോലും പടച്ചോനെ ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണേ, സ്വാലിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണേ എന്ന് അതുവായിരുന്നത്. അതുകൊണ്ടാണ് ഈ ദിവസവും 17 പ്രാവശ്യം അള്ളാഹുവിനോട് നിർബന്ധമായി ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ വിശ്വാസികൾ: ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങൾ നീ സന്മാർഗത്തിലാക്കണമേന്ന്. അപ്പോൾ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒന്നാണ്. വിളക്ക് അണഞ്ഞു പോകുന്നത് പോലെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. ഹിദായത്തിന് അള്ളാഹു സ്ഥിരമായി നമുക്ക് നൽകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടവരാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം തഖ്വയാണ്. ഏതു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന് പൊരുത്തപ്പെട്ട രൂപത്തിലാണോ ഞാനിത് ചെയ്യുന്നത്, ഞാനിത് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇത് പലപ്പോഴും അമിതമായ സന്തോഷം ഉണ്ടാകുമ്പോഴും അമിതമായ ദുഃഖം വരുമ്പോഴും നമ്മളൊക്കെ ഇത് ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. പലപ്പോഴും നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കാതെ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയും, ചിലപ്പോൾ ചില പ്രവർത്തികൾ നമ്മൾ ഇടപെടും. ഇതൊക്കെ കാരണത്താൽ നമ്മുടെ ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു തആല നമ്മോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കുക, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. തഖ്വ ഇല്ലെങ്കിൽ ഈമാൻ വരെ നഷ്ടപ്പെടാം എന്നർത്ഥം. മൂന്നാമത്തെ കാര്യം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് ഐശ്വര്യമാണ്. ഐശ്വര്യം അഥവാ ഗിന എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഭവങ്ങളും സമ്പത്തൊന്നും ഉണ്ടാകലല്ല കേട്ടോ. അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുക, മറ്റൊന്നിലേക്ക് അമിതമായി ആഗ്രഹിക്കാതിരിക്കുക, മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാൻ കഴിയുക. ഇതൊരാൾക്കുണ്ടായാൽ അതും ഒരുപക്ഷെ അങ്ങനെ ഒരു ചിന്ത വന്നാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അതിനെയും അല്ലാഹുവിൻ്റെ റസൂൽ സ്ഥിരമായി ചോദിച്ചിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ കൊടുമുറിയിൽ ജീവിച്ചിരുന്നിട്ട് പോലും പ്രവാചകൻ അതിനെ ആഗ്രഹിച്ചിരുന്നു. നാലാമത്തെ കാര്യമാണ് നമ്മുടെ പവിത്രത നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിക്കുക. അതിനെയും അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യമാണ് കേട്ടോ. ചില സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടാണ് ഈ 4 കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടാവുക. നമ്മുടെ വാക്ക്, നമ്മുടെ മാന്യത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ നമ്മളിൽ നിന്ന് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി ദുആ ചെയ്യുക. ഈ 4 കാര്യങ്ങളും ചില സന്ദർഭങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണക്കാരനാകുന്നതുമാണ്. അതുകൊണ്ട് സ്ഥിരമായി ഈ ദുആയിനെ നമ്മളും സ്ഥിരമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നാഥൻ തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.